Dear friends, welcome to my class Learn English Grammar with Madhav Mosh. കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ നിങ്ങളോട് ആർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു. എ എൻ ദ രണ്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളും. At the same time I gave you a lot of examples. അത് നിങ്ങൾ നല്ലപോലെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഫില്ല് ചെയ്ത് തന്നിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഓരോ സ്ഥലത്തും എന്താണ് എ ആണോ ഏനാണോ ദ ആണോ വെക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. നമുക്കറിയാം ഈ പറയുന്ന 3 വാക്കുകൾ, കാര്യം ഒന്ന് അക്ഷരമാണെങ്കിലും ഈ പറയുന്ന 3 വാക്കുകളാണ് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയാം, ഒരു തരത്തിൽ പറഞ്ഞാൽ. പിന്നെ ആർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്ക് ഇതൊക്കെ ഒരുവിധമൊക്കെ മിക്കവാറും ആധികാരികമാണെങ്കിലും ചില അവസരങ്ങളിൽ ചില PSC ടെസ്റ്റിലൊക്കെ ചിലർ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ഹോട്ടലിന് മുമ്പിൽ ചിലർ എ വയ്ക്കും, പക്ഷേ ട്രഡീഷണലായിട്ട് പഴയ ഓക്സ്ഫോർഡ് നിയമം അനുസരിച്ച് ഏനെന്നാണ് വയ്ക്കുക. OT H ഉച്ചരിക്കാറില്ല അവിടെ. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ PSC നിയമത്തിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ഹോട്ടൽ എന്ന് പറയാം, പക്ഷെ വേണ്ടത് OT എന്നാണ്. O എന്നെ ഉച്ചരിക്കാറുള്ളൂ, H അവിടെ ഉച്ചരിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒരു പ്രത്യേക വസ്തു അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ പ്രിൻസിപ്പൽ, ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ HOD, ഇതൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതെ. അപ്പോൾ അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ സാധനം മുമ്പ് വാങ്ങി അതിനെക്കുറിച്ച് പറയാം. ദ കൗ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. അപ്പോൾ ദ കൗ, സാധാരണ കൗ എന്നതിന് മുമ്പ് ഏത് വയ്ക്കാറുണ്ട്? ഇല്ലാത്ത സമയമുണ്ട്. കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൗവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ദാ വയ്ക്കും. ദ കൗ ഗീവ്സ് അസ് മിൽക്ക്, അങ്ങനെ പറയാറുണ്ട് നമ്മൾ. അപ്പോൾ ബൈ പ്രാക്ടീസ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടും. പക്ഷേ ഇതൊന്നും അബ്സ്ട്രാക്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഫിസിക്കൽ സയൻസ് അല്ല, ലാംഗ്വേജ് ആണ്. കാലക്രമം അനുസരിച്ച് ഇതിൻ്റെ ഉപയോഗത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് OT എന്നും പറയും, ഹോട്ടൽ എന്നും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കൃത്യമായ തീരുമാനങ്ങൾ അതാത് അതോറിറ്റി എടുക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊരു സയൻസ്. H2O = വാട്ടർ അല്ലേ? 1+1 = 2. അത് മാത്സും കെമിസ്ട്രി ഒക്കെ ഫിസിക്കൽ സയൻസിലൊക്കെ എക്സാക്റ്റ് ആൻസർ ഉണ്ടായിരിക്കും. ഇതൊരു ലാംഗ്വേജ് ആണ്. സോഷ്യൽ സയൻസസ് ലാംഗ്വേജിലൊന്നും കൃത്യമായ ആൻസർ ഉണ്ടാവില്ല. ഇറ്റ് ഡിപ്പെൻസ്. അതെ, എന്നാലും ഇതിലൊക്കെ ചില നിയമങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ഇതാ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പോൾ ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പ് ഇതാ വയ്ക്കണം. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുടെ മുമ്പിൽ ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞു. പിന്നെ ബാങ്കുകളുടെ മിക്കവാറും ബാങ്കുകളുടെ ദ ബ്രിട്ടീഷ് ബാങ്ക്, ദ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. എല്ലാ ബാങ്കിനും അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ മുമ്പിൽ വയ്ക്കാറുണ്ടെങ്കിലും നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിന് മുമ്പിൽ സാധാരണ കാണാറില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക് എന്നൊക്കെ പറയാറുള്ളൂ. അതുപോലെ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് മുമ്പിലൊക്കെ ഇതാ വയ്ക്കാറുണ്ട്. ദ പാർലമെൻറ്റ്, ദ അസംബ്ലി. അപ്പോൾ ദ ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഞാൻ കുറച്ചിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിളുകൾ തന്നിട്ട് ഈ ആർട്ടിക്കിൾസിൻ്റെ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കേട്ടില്ലേ? കൂടുതൽ നിങ്ങൾ മറ്റുള്ള സ്ഥലത്ത് എവിടെന്നെങ്കിലൊക്കെ കണ്ടെത്തി പിടിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു 10-15 തന്നിട്ടുണ്ട്. ഇപ്പോഴും ഒരു 10-15 എക്സാമ്പിളുകൾ ഞാൻ തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഈ വരുന്ന ക്വസ്റ്റ്യൻസിനെ നേരിടാൻ പഠിക്കണം, ശ്രമിക്കണം. എൻ്റെ ക്ലാസ് നിങ്ങൾ വേണ്ട പോലെ അറ്റൻഡ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് കുറേ കൂടി എക്സാമ്പിളുകളിലേക്ക് ബോർഡിലേക്ക് നീങ്ങാം. അതാ ഇവിടെ a few more examples of articles. He gave me -1 note. അവിടെ ONE1 എന്നുള്ള വാക്കാണ് കാണുന്നത്. എന്നുള്ളത് കാര്യം എന്നുള്ളത് ഒരു വവൽ ലെറ്റർ ആണ്, പക്ഷെ ലെറ്റർ ആയതുകൊണ്ട് കാര്യമില്ല, നമുക്ക് വവൽ സൗണ്ട് വരണം. ONE1 എന്നുള്ളതിന് എന്ന് ഉച്ചരിക്കുന്നതുകൊണ്ട് അവിടെ ഏനെ വരാൻ പാടുള്ളൂ, അല്ലാണ്ട് ONE1 എന്നല്ല. അത് തമിഴിലാണ് 1 എന്നുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് അവിടെ ₹1 നോട്ട് എന്നാണ് വേണ്ടത്. കാര്യം മനസ്സിലായോ? O എന്നല്ല ഉച്ചരിക്കുന്നത്, എന്നാണ് ഉച്ചരിക്കുന്നത് കൊണ്ട് എന്നുള്ളത് വവൽ സൗണ്ട് അല്ല.
ആയതുകൊണ്ട് തന്നെ അവിടെ എ ആണ്. 2 ഹീസ് ഡാഷ് യൂറോപ്യൻ. യു എന്നുള്ളത് വവൽ സൗണ്ട് അല്ല, ലെറ്റർ ആണ്. പക്ഷെ അവിടെ ഇ ആണെങ്കിൽ പോലും യു എന്നാണ്, ഇ ആണെങ്കിൽ പോലും യൂറോപ്യൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ യൂറോപ്യൻ എന്ന് പറയുന്നത് യു എന്ന് ഉച്ചരിക്കുന്നത് കൊണ്ട് അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടത്, ഏനല്ല. കാരണം അക്ഷരം കണ്ടിട്ടല്ല, ഉച്ചാരണം വരണം. യൂറോപ്യൻ എന്നാണ്. യു എന്നുള്ളത് വവൽ സൗണ്ട് അല്ല, വവൽ ലെറ്റർ ആണ്. വവൽ സൗണ്ട് ഉച്ചരിക്കുമ്പോൾ നമ്മൾ അങ്കിൾ, അണേബിൾ, അമ്പയർ, എംപയർ എന്നൊക്കെ പറയും നമ്മൾ. അടുത്തത് 3 ഡാഷ് യൂറോപ്യൻ കൺട്രീസ്. അവിടെ എന്താ പറയുക, നമുക്ക് ഒരു കൂട്ടത്തിൽ, രാജ്യത്തിന്റെ കൂട്ടത്തിലൊക്കെ നമ്മൾ എന്താ പറയുക, ദ യൂറോപ്യൻ കൺട്രീസ്. അവിടെ ദ എന്നാണ് വരിക. ഈസ് ഡാഷ് യൂണിയൻ ലീഡർ. എന്താ വരിക, എ യൂണിയൻ ലീഡർ എന്നാണ്. യു എന്നാണ് ഉച്ചരിക്കുന്നത്, എന്നല്ല. ആയതുകൊണ്ട് എ യൂണിയൻ ലീഡർ, എ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ വരിക. ഈ മലപ്പുറം ദർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി. എ യൂണിവേഴ്സിറ്റി എന്ന് വരിക. യു എന്നുള്ള അക്ഷരമാണ്, ലെറ്റർ ആണ്, സൗണ്ട് അല്ല. യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി എന്നാണ്. യു എന്ന് ഉച്ചരിക്കുമ്പോൾ വവൽ സൗണ്ട് അല്ല, എ യൂണിവേഴ്സിറ്റി എന്നാണ് ഉത്തരം. ഈസ് ഡാഷ് എം എൽ എ. എ എന്നാണ് ഉച്ചരിക്കുന്നത്, എം എൽ എ, എം എൽ എ, ഏനാണ്, എ അല്ല. ഈസ് an MP. ഏതാണ് ഉച്ചരിക്കുന്നത്, an MP. At the same time the word is explained. ഈ MLA ഈ വലിയ വേർഡ്, രണ്ട് വേർഡുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എലാബറേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, he is a member of parliament. ഏനാണ് മെമ്പർ, അല്ല മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പൊ ഇവിടെ ഏനാണ് പറയുന്നത്, he is a member of parliament. അടുത്തത് he is a member of legislative assembly. MLA a member of, ഏനാണ് വരിക, a member of. ശ്രദ്ധിക്കണം, എം എൽ എക്ക് എം പിക്കും ഏനാണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്. അതിനെ എലാബറേറ്റ് ചെയ്ത് പറയുമ്പോൾ എ ആണ് വരുന്നത്. ഹി ഈസ് ഡാഷ് അൺഹാപ്പി മാൻ. വവൽ സൗണ്ട് ആണ്, ആൻ അൺഹാപ്പി മാൻ. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ്. യു എന്നാണ് ഉച്ചരിക്കുന്നത്, അപ്പൊ എ ആണ് വരിക, എ യുനാനിമസ് ഡിസിഷൻ. എക്ക് വേണ്ടിയാണ്. തേർഡ് വൺ 13 ഇറ്റ് വാസ് ഡാഷ് അട്ടർ ഫെയിലിയർ. അങ്കിൾ, an utter failure, an utter failure. Dash the dash sun rises in the, നമുക്കറിയാം ഈ സണ്ണ്, മൂണ് തുടങ്ങിയ സ്കൈ തുടങ്ങിയ സാധനങ്ങളുടെ മുമ്പ് എപ്പോഴും നമ്മൾ ഇതാവും. പർവ്വതങ്ങൾ, മൗണ്ടൻസ്, ഹിൽസ്, ഗാഡ്സ്, ഇതൊക്കെ ഇതാന്ന് വെക്കണം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് കേൾക്കണം. ദ മൂൺ, ദ സൺ, ദ സ്കൈ. അടുത്തത് ഈസ് ഡാഷ് ക്ലവറസ്റ്റ് സ്റ്റുഡൻറ്റ്. നമ്മളൊന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ക്ലവറസ്റ്റ്. ക്ലവറസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ആയതുകൊണ്ട് ഈസ് ദ ക്ലവറസ്റ്റ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് ദ വയ്ക്കണം, കാരണം ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ക്ലവറസ്റ്റ്. ഡാഷ് എർത്ത് എന്താ പറയുക, ദ എർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ സൺ എന്ന് പറഞ്ഞാൽ ദ എർത്ത്. ദ ഇന്ത്യൻ ഓഷൻ, ദ ഇന്ത്യൻ ഓഷൻ. ദ വേദാസ്, മഹാഗ്രന്ഥങ്ങൾ, എപ്പിക്സ്, ദ മഹാഭാരത, ദ രാമായണ. അതേസമയം ആളുടെ പേര് വെച്ചിട്ട് ഹോമേഴ്സ് ഇലിയഡ്, ദ ഹോമേഴ്സ് പറയാൻ പാടില്ല. അടുത്തത് ഡാഷ് യുണൈറ്റഡ് നേഷൻസ്, ദ യുണൈറ്റഡ് നേഷൻസ്. ദ എന്നോട് ഒരു എന്നല്ല വരിക, ദ എന്ന് വരുന്നുണ്ട്. ദ യുണൈറ്റഡ് നേഷൻസ്. ദ റെഡ് സീ, ദ വെസ്റ്റേൺ ഗട്ട്സ്. മറക്കരുത്, ഇതൊക്കെ ഇതുപോലത്തെ ടെസ്റ്റിന് വരുമ്പോൾ, PSC ടെസ്റ്റിന് വരുമ്പോൾ ശ്രദ്ധിക്കണം. ദ വെസ്റ്റേൺ ഗട്ട്സ് ഒരു സമൂഹമാണ്, പർവ്വത സമൂഹം, സമുദ്രങ്ങൾ, റിവറുകളൊക്കെ അങ്ങനെ ദാന്ന് പറയാം. ദ ഗേഞ്ചസ്, ഗംഗ. അതുപോലെ രാജ്യങ്ങളുടെ ചുരുക്കപ്പേരിന് മുമ്പ് എപ്പോഴും ദ വയ്ക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് പകരം നമ്മൾ USA എന്ന് പറയും, ദ USA. ദ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദ UAE. എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ പറയാം, ദ അമേരിക്ക എന്ന് പറയാനുള്ള നമ്മൾ, മനസ്സിലായില്ലേ? ദ UAE, ദ UK, യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം, ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയണ്ട, ദ UK. കേട്ടില്ലേ? യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ദ ഇംഗ്ലണ്ട് എന്ന് പറയാറില്ല നമ്മൾ. ഇത്രയും എക്സാമ്പിളുകളും കൂടി ഞാൻ തന്നിരിക്കുന്നു. ഏകദേശം ആർട്ടിക്കിളുകൾ ഈ 3 ഒരുപാട് എക്സാമ്പിളുകളായി. നിങ്ങൾ കൂടുതൽ എക്സാമ്പിളുകൾ കണ്ടെത്തുക, ഉത്തരം ശ്രമിച്ചു നോക്കുക. ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.